നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL കഴിഞ്ഞു. ഇനി നമ്മൾ T20 വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക്. ഇന്ന് വാമപ്പ് മത്സരങ്ങളുണ്ട്. ഓസീസ് ഇന്ന് നമീബിയക്കെതിരെ കളിക്കുന്നു. പക്ഷെ അവിടുത്തെ ടൈം ഡിഫറൻസ് കാരണം നമുക്കത് നാളെ പുലർച്ചെ 4:30 ഇന്ത്യൻ സമയം 4:30 കളി ആരംഭിക്കുന്നത്. ഈ കളിക്ക് പക്ഷേ ഓസ്ട്രേലിയൻ ടീമിൽ ആളെ തികക്കാൻ പാടുപെടുകയാണ്. 9 താരങ്ങൾ മാത്രമാണ് അവരുടെ സ്ക്വാഡിലുള്ളത്. അപ്പോൾ 11 പേരെ വെച്ച് ഫീൽഡ് ചെയ്യണമെങ്കിൽ കോച്ചിങ് സ്റ്റാഫിനെ കളിക്കളത്തിലേക്ക് ഇറക്കേണ്ട ദുരവസ്ഥയിലാണ് ഇപ്പോൾ ഓസീസ് നിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്കൊന്ന് പോവുകയാണ്. ഇന്ന് നമീബിയക്കെതിരെയാണ് ഓസ്ട്രേലിയ കളിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സമയം ഓൾറെഡി പറഞ്ഞു. നാളെ പുലർച്ചെ 1:30 ഇന്ത്യയിലെ സമയം വരിക. അതേസമയം അവർ അടുത്ത ഒരു മത്സരം പിന്നീട് വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിക്കുന്നുണ്ട്. ആ കളി വരുന്നത് മെയ് 31, അതായത് ഇന്ത്യൻ സമയമാണ് പറയുന്നത്. വ്യാഴാഴ്ചയാണ് കളി, പക്ഷെ ഇന്ത്യയിൽ അത് വെള്ളിയാഴ്ച പുലർച്ചെ 4:30 കളി വരിക. അപ്പം ഈ 2 കളികൾക്കും ഓസ്ട്രേലിയക്ക് അവരുടെ ഫുൾ സ്ക്വാഡ് ഉണ്ടാവില്ല എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. 9 താരങ്ങൾ മാത്രമേ ഇപ്പോൾ സ്ക്വാഡിലുള്ളൂ. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കിയാണ്. IPL കഴിഞ്ഞിരിക്കുകയാണല്ലോ. IPL അവരുടെ പ്രധാന താരങ്ങൾ കളിച്ചിട്ടുണ്ട്. ആ താരങ്ങൾ ഇപ്പോൾ സ്ക്വാഡിനോടൊപ്പം ചേർന്നിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം. ട്രാവിസ് ഹെഡ്, പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക് ഇവർ IPLന്റെ ഫൈനൽ കളിച്ചിട്ട് ഇതുവരെ സ്ക്വാഡിനോടൊപ്പം ചേർന്നിട്ടില്ല. കൂടാതെ RCBയുടെ ഭാഗമായിരുന്ന ഗ്ലെൻ മാക്സ്വെല്ലും കാമറൻ ഗ്രീനും ഈ 2 താരങ്ങളും നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓസ്ട്രേലിയയിൽ നിന്നാണ് അവർ തിരിച്ച് വെസ്റ്റ് ഇൻഡീസിലേക്ക് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയുള്ളൂ. അതുപോലെ തന്നെ പാറ്റ് കമിൻസും ട്രാവിസ് ഹെഡും മിച്ചൽ സ്റ്റാർക്കും ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാതെ ആദ്യം ഓസ്ട്രേലിയക്ക് പോയി കുറച്ച് ദിവസങ്ങൾ ഫാമിലിക്കൊപ്പം ചെലവഴിച്ചിട്ട് 1-2 ദിവസം ഫാമിലിക്കൊപ്പം ചെലവഴിച്ചിട്ട് കരീബിയൻ മണ്ണിലേക്ക് വേൾഡ് കപ്പിനായിട്ട് പറക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താരങ്ങളില്ല, 5 താരങ്ങളില്ല. കൂടാതെ സ്റ്റോയിനിസും ഇതുവരെ ടീമിനോടൊപ്പം ചേർന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ 9 താരങ്ങളെ അവരുടെ സ്ക്വാഡിൽ ഇപ്പോഴുള്ളൂ. 2 മത്സരങ്ങൾ അവർക്ക് വാമപ്പ് മത്സരങ്ങൾ കളിക്കാനുണ്ട്. അപ്പോൾ ഈ താരങ്ങൾ ഉണ്ടാവില്ല, 9 താരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കോച്ചിങ് സ്റ്റാഫിനെ വെച്ച് ഫീൽഡ് ചെയ്യിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതേസമയം ഈ താരങ്ങളൊക്കെ അധികം വൈകാതെ ടീമിനോടൊപ്പം ചേരും. ജൂൺ 5 അവരുടെ ഒമാനുമായിട്ടുള്ള ലീഗ് ഘട്ടത്തിലെ ആദ്യ മത്സരം. ആ മത്സരമാകുമ്പോഴേക്കും താരങ്ങളെല്ലാം എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ മിച്ചൽ മാർഷ് അവരുടെ നായകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മാർഷിനും IPLലെ ഒരു ആംസ്ട്രിങ് ഇഞ്ചുറിക്ക് കാരണം ബൗൾ ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹം പറയുന്നു, നമ്മൾ ഫ്ലെക്സിബിൾ ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ താരങ്ങൾ IPLൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ക്രിക്കറ്റ് അവർ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം അവർ വീട്ടിൽ നിൽക്കട്ടെ, ഫാമിലിക്കൊപ്പം നിൽക്കട്ടെ, ഒന്ന് റീഫ്രഷ് ആയിട്ട് ടൂർണമെന്റിന് വരട്ടെ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും 15-അംഗ ടീം അധികം വൈകാതെ തന്നെ ഒരുമിച്ച് ചേരും. പക്ഷെ അതിനു മുമ്പ് അവർക്ക് കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ അനുവദിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ എന്തായാലും മാർഷ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.